ലങ്കയിലെ യുദ്ധം അതിന്റെ പരമാവധി ഭീകരതയിലെത്തിയിരുന്നു. ശ്രീരാമന്റെയും രാവണന്റെയും സേനകൾ തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടന്നുകൊണ്ടിരുന്നു. ആകാശം അസ്തമയത്തിന്റെ ചുവപ്പിൽ കത്തി പൊളിഞ്ഞതുപോലെ തോന്നി. വാനരസേന വീര്യത്തോടെ പോരാടുമ്പോൾ രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത് തന്റെ മഹാശക്തിയായ ശക്തിബാണമെടുത്തു. അവൻ ലക്ഷ്മണനെ ലക്ഷ്യമാക്കി ആ ബാണമെറിഞ്ഞു. ദിവ്യശക്തിയോടെ പുറപ്പെട്ട ആ ബാണം ലക്ഷ്മണനെ തൊട്ടതും അദ്ദേഹം നിലത്തു വീണു. യുദ്ധഭൂമി ഒരു നിമിഷം നിശബ്ദമായി. ശ്രീരാമൻ ഓടിയെത്തി ലക്ഷ്മണനെ മടിയിൽ കയറ്റി. അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ലക്ഷ്മണ, നീ ഇല്ലാതെ എന്റെ ജീവിതം എന്താണ് എന്ന് വേദനയോടെ ചോദിച്ചു. മുഴുവൻ വാനരസേനയും ദുഃഖത്തിൽ മുങ്ങി. അപ്പോൾ വൈദ്യനായ സുഷേണനെ വിളിച്ചുവരുത്തി. അവൻ ലക്ഷ്മണനെ പരിശോധിച്ച ശേഷം പറഞ്ഞു, ഹിമാലയത്തിലെ ദ്രോണഗിരി പർവ്വതത്തിൽ വളരുന്ന സഞ്ജീവനി ഔഷധം മാത്രമേ ഇവനെ രക്ഷിക്കൂ. പക്ഷേ അത് സൂര്യോദയത്തിന് മുൻപെത്തണം, അല്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയില്ല. ഈ വാക്കുകൾ കേട്ട ഉടൻ പവനപുത്രൻ ഹനുമാൻ മുന്നോട്ട് വന്നു. പ്രഭുവേ, ഞാൻ പോകുന്നു, നിങ്ങളുടെ സഹോദരനെ ഞാൻ രക്ഷിക്കും എന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. രാമനാമം ജപിച്ചുകൊണ്ട് ഹനുമാൻ ആകാശത്തിലേക്കുയർന്നു. അവന്റെ വേഗം കാറ്റിനേക്കാൾ വേഗത്തിലായിരുന്നു. ഇത് കണ്ട രാവണൻ ആശങ്കപ്പെട്ടു. അവൻ കാലനേമി എന്ന അസുരനെ അയച്ചു. കാലനേമി ഒരു സന്യാസിയുടെ രൂപത്തിൽ ഹനുമാനെ തടയാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞു, മകനെ, നീ ക്ഷീണിതന. കാലനേമി ഒരു സന്യാസിയുടെ രൂപത്തിൽ ഹനുമാനെ തടയാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞു, മകനെ, നീ ക്ഷീണിതനാണ്, ആദ്യം വിശ്രമിക്കൂ. എന്നാൽ ഹനുമാൻ അവന്റെ വാക്കുകളിൽ എന്തോ അസത്യത്തിന്റെ ഗന്ധം അനുഭവിച്ചു. തന്റെ ദിവ്യബുദ്ധിയാൽ വഞ്ചന തിരിച്ചറിഞ്ഞു. ഒരു പ്രഹരത്തിൽ കാലനേമിയെ പരാജയപ്പെടുത്തി വീണ്ടും യാത്ര തുടർന്നു. അവസാനം ഹിമാലയത്തിലെ ദ്രോണഗിരി പർവ്വതത്തിലെത്തി. അവിടെ അനവധി ഔഷധങ്ങൾ പ്രകാശിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഏതാണ് സഞ്ജീവനി എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സമയം കടന്നുപോകുന്നു. സൂര്യോദയം അടുത്തെത്തുന്നു. ഇപ്പോൾ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഹനുമാൻ ചിന്തിച്ചു. പർവ്വതം മുഴുവൻ കൊണ്ടുപോകാം. അവൻ തന്റെ അതുല്യ ശക്തി ഉപയോഗിച്ച് ദ്രോണഗിരി പർവ്വതം മുഴുവൻ ഉയർത്തി. ആകാശത്തിലൂടെ ലങ്കയിലേക്ക് പറന്നു. ലങ്കൻ വായിൽ ശ്രീരാമൻ ആശങ്കയോടെ ആകാശത്തേക്ക് നോക്കി നിന്നു. അപ്പോൾ ദൂരത്തൊരു പ്രകാശം കണ്ടു. അത് ഹനുമാനായിരുന്നു. പർവ്വതവുമായി എത്തിയ ഹനുമാനെ കണ്ടപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷ തിരിച്ചുവന്നു. സുഷേണൻ സഞ്ജീവനി ഔഷധം കണ്ടെത്തി ലക്ഷ്മണന് നൽകി. ചില നിമിഷങ്ങൾക്കകം ലക്ഷ്മണൻ കണ്ണു തുറന്നു. യുദ്ധഭൂമി മുഴുവൻ ജയ് ശ്രീരാം, ജയ് ഹനുമാൻ എന്ന മുഴക്കത്തിൽ മുഴങ്ങി. ശ്രീരാമൻ ഹനുമാനെ ചേർത്ത് പിടിച്ചു. ഹനുമാനെ, നിന്റെ ഭക്തിയും വിശ്വാസവും ലോകത്തിന് മാതൃകയാണ് എന്നു പറഞ്ഞു. ഹനുമാൻ വിനയത്തോടെ മറുപടി നൽകി, പ്രഭുവേ, നിങ്ങളുടെ സേവനമാണ് എൻ്റെ ജീവിതം. ഞാൻ നിങ്ങളുടെ ദാസൻ മാത്രമാണ്. ഇങ്ങനെ ഭക്തിയുടെ ശക്തിയും സമർപ്പണ